നമസ്കാരം. ഫെബ്രുവരി 20 മുതൽ ഈ 8 നക്ഷത്ര ജാതകർക്ക് ഭാഗ്യകാലമാണ്. ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി ഈ നക്ഷത്ര ജാതകർക്ക് രക്ഷപ്പെടാൻ കഴിയുന്ന സമയം. ഇവർക്ക് ലോട്ടറി ഭാഗ്യമുണ്ട്. ഇവരുടെ ജീവിതത്തിലെ സകല ദുരിത ദുഃഖങ്ങളും മാറി ഈ നക്ഷത്ര ജാതകർക്ക് രക്ഷപ്പെടാൻ സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ ചില സമയങ്ങളുണ്ട്. എത്ര പ്രാർത്ഥിച്ചാലും എത്ര അധ്വാനിച്ചാലും ഫലം കിട്ടാത്ത അവസ്ഥ. കടം വന്നു മൂടി സമാധാനമില്ലാതെ ഉറക്കം നഷ്ടപ്പെട്ട രാത്രികൾ. നിങ്ങൾ അനുഭവിക്കുന്ന ആ വിഷമം എനിക്കറിയാം. എന്നാൽ സങ്കടപ്പെടേണ്ട. നിങ്ങൾക്കൊരു വലിയ ഭാഗ്യം, വലിയ നേട്ടം ഈ 8 നക്ഷത്ര ജാതകരെയും തേടി വരികയാണ്. ഫെബ്രുവരി 20 മുതൽ ഗ്രഹനില മാറുകയാണ്. ഈ 8 നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോവുകയാണ്. ഇവർക്കിനി വരാനിരിക്കുന്നത് ലോട്ടറി അടിച്ചതുപോലെയുള്ള ഭാഗ്യകാലമാണ്. എല്ലാ സങ്കടങ്ങളും മാറിക്കിട്ടും. ദുരിത ദുഃഖങ്ങളൊക്കെ അവസാനിച്ച് ഈ നക്ഷത്ര ജാതകർക്ക് രക്ഷപ്പെടാൻ സാധിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സാക്ഷാൽ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഈ നക്ഷത്ര ജാതകരുടെ മേൽ ചൊരിയും. ഇവരുടെ സകല സങ്കടങ്ങളും മാറിക്കിട്ടും. ഇവർ ആശിച്ച പോലെ എല്ലാം നടന്നു കിട്ടും. ഈ 8 നക്ഷത്ര ജാതകരും ഇപ്പോൾ കടന്നു പോകുന്ന അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കൂ. കൂടെ നിൽക്കും എന്ന് വിചാരിച്ചവർ കൈവിട്ടു. നിങ്ങൾ ഒരുപാട് സഹായിച്ചവർ ഇന്ന് നിങ്ങളെ കാണുമ്പോൾ മുഖം തിരിക്കുന്നു. നന്ദികേട്, അതായിരിക്കും നിങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ വേദന. പണത്തിന് ബുദ്ധിമുട്ട് വരുമ്പോൾ ആരോടും ചോദിക്കാൻ വയ്യാത്ത അവസ്ഥ. സ്വന്തം വീട്ടിൽ പോലും വിലയില്ലാത്ത പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. സങ്കടപ്പെടേണ്ട. ഇതൊന്നും നിങ്ങളുടെ കുറ്റമല്ല. സമയദോഷമായിരുന്നു. ചില സമയദോഷങ്ങൾ നമ്മളെ ഒരുപാട് വേദനിപ്പിക്കും. ഒരുപാട് രീതിയിൽ നമ്മൾ അനുഭവിക്കും. എന്നാൽ ഈ നക്ഷത്ര ജാതകർക്ക് ആ കഷ്ടകാലങ്ങളൊക്കെ തീർന്ന് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും എത്താൻ പോവുകയാണ്. നിങ്ങളുടെ കണ്ണുനീർ കണ്ടു നിൽക്കാൻ ദൈവത്തിന് കഴിയില്ല. എല്ലാം കാണുന്ന ഒരാൾ മുകളിലുണ്ട്. ഫെബ്രുവരി 20 മുതൽ നിങ്ങളുടെ രാശിയിൽ വലിയ മാറ്റം സംഭവിക്കുകയാണ്. തടസ്സപ്പെട്ട ആ പണം തിരികെ വരും. പുതിയ വരുമാന മാർഗങ്ങൾ തുറക്കും. ഭാഗ്യദേവത നിങ്ങളുടെ വാതിലിൽ മുട്ടുന്ന സമയമാണ്. നമുക്കറിയാം, ആ ഭാഗ്യത്തിനുമേൽ ഭാഗ്യമുള്ള, എല്ലാ രീതിയിലും സമൃദ്ധിയും സന്തോഷവും വന്നു നിറയുന്ന ആ നക്ഷത്ര ജാതകരെ. അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ ഏവരുടെയും ലൈക്കും അതുപോലെ തന്നെ കമൻറ്റും ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. നാളെ പ്രത്യേക പൂജയുണ്ട്. കുടുംബ ഐശ്വര്യത്തിനും ആയുരാരോഗ്യ സൗഖ്യത്തിനും സമ്പൽ സമൃദ്ധിക്കും ജീവിത വിജയത്തിനും മംഗല്യ സൗഭാഗ്യത്തിനും അന്നപൂർണേശ്വരിയും അഭിഷ്ടവരധായിനിയും ത്രിപുരസുന്ദരിയും പ്രഹ്ലാമുഖിയും സകല ചരാചരങ്ങൾക്കും അഭയകേന്ദ്രമായി വാണരുളുന്ന ശാന്തസ്വരൂപിയും ഭദ്രയും ശക്തിസ്വരൂപിണിയുമായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കരപ്പായസം നേദിച്ച് പൂജ നാളെ ഉണ്ടാകും. ഈ പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും. പേരും ജന്മനക്ഷത്രവും ഇപ്പോൾ തന്നെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക. കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഭാഗ്യത്തിനുമേൽ ഭാഗ്യം വന്നു ചേരുന്ന, ലോട്ടറി ഭാഗ്യം വന്നു ചേരുന്ന ആ നക്ഷത്ര ജാതകരെ നമുക്കറിയാം. അതിൽ ആദ്യത്തെ നക്ഷത്രം അശ്വതി നക്ഷത്രമാണ്. അശ്വതി നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ജീവിതത്തിൽ ഒരുപാട് അനുഭവിച്ചു. പക്ഷേ ആ സഹികേടും ആ ദുരിത ദുഃഖങ്ങളും ആ ദോഷങ്ങളും ഒക്കെ അകലുകയാണ്. ഇനി നേട്ടങ്ങളുടെ കാലമാണ്. ഫെബ്രുവരി 20 മുതൽ ഈ നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ സകല സൗഭാഗ്യങ്ങളും വന്നു ചേരും. ചൊവ്വാഴ്ചകളിൽ സുബ്രഹ്മണ്യസ്വാമിക്ക് പാലഭിഷേകം നടത്തുക. ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി രക്ഷപ്പെടാൻ നിങ്ങൾക്ക് കഴിയും. രണ്ടാമത്തെ നക്ഷത്രം രോഹിണി നക്ഷത്രമാണ്. കുടുംബത്തിൽ സമാധാനം തിരികെ വരും.
സാമ്പത്തിക തടസ്സങ്ങൾ മാറും. ലോട്ടറി ഭാഗ്യമുണ്ട്. തിങ്കളാഴ്ചകളിൽ ശിവക്ഷേത്രത്തിൽ കൂവളത്തില സമർപ്പിക്കുക. ഭാഗ്യമാണ്, നേട്ടമാണ്, സർവൈശ്വര്യമാണ്. ലോട്ടറി ഭാഗ്യം കാണുന്നുണ്ട്. അടുത്ത നക്ഷത്രം പുണർതമാണ്. ഭാഗ്യം നിങ്ങളുടെ കൂടെയുണ്ട്. വിചാരിക്കാത്ത വഴിയിലൂടെ പണം വന്നു ചേരും. വ്യാഴാഴ്ചകളിൽ വിഷ്ണു ഭഗവാന് മഞ്ഞപ്പൂക്കൾ നൽകുക. അടുത്ത നക്ഷത്രം മകമാണ്. മറ്റുള്ളവരുടെ നന്ദികേട് മറന്നേക്കൂ. നിങ്ങൾക്ക് ഉയർച്ചയുണ്ടാകും. ഗണപതിക്ക് കർഗമാല സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ലോട്ടറി ഭാഗ്യം കൂടെയുണ്ട്. അടുത്ത നക്ഷത്രം ചിത്തിരയാണ്. വീട് പണി തടസ്സപ്പെട്ടവർക്കും കടമുള്ളവർക്കും ആശ്വാസം ലഭിക്കും. ദേവിക്ക് ചുവന്ന പുഷ്പങ്ങൾ അർച്ചന ചെയ്യുക. അടുത്ത നക്ഷത്രം വിശാഖമാണ്. കഠിനാധ്വാനത്തിന് ഫലം കിട്ടിത്തുടങ്ങും. ലോട്ടറി ഭാഗ്യം തെളിയുന്ന കാലമാണ്. ശനിയാഴ്ചകളിൽ അയ്യപ്പന് നീരാഞ്ജനം തെളിയിക്കുക. ഏഴാമത്തെ നക്ഷത്രം തൃക്കേട്ടയാണ്. നിങ്ങളുടെ കഷ്ടപ്പാടുകൾക്ക് അറുതി വരുന്നു. മാനസികമായി ഒരുപാട് സമാധാനവും സന്തോഷവും ഒക്കെ വന്നു ചേരുന്ന സമയം. ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി നിങ്ങൾക്ക് രക്ഷപ്പെടാൻ ഇനി കഴിയും. ഭാഗ്യമാണ്, നേട്ടമാണ്, ഉയർച്ചയാണ്. നരസിംഹമൂർത്തിക്ക് പാനകം വഴിപാട് നടത്തുക. അടുത്ത നക്ഷത്രം എട്ടാമത്തെ നക്ഷത്രം. ഭാഗ്യത്തിനുമേൽ ഭാഗ്യമുള്ള, ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ കഴിയുന്ന ആ നക്ഷത്രം മറ്റാരുമല്ല, സാമ്പത്തിക നില ഭദ്രമാകുന്ന, സകല സൗഭാഗ്യങ്ങളും വന്നു നിറയുന്ന, ഭാഗ്യം നിങ്ങളുടെ പടിവാതിക്കൽ എത്തുന്ന ആ ഉത്രട്ടാതി നക്ഷത്രം തന്നെയാണ്. വ്യാഴാഴ്ചകളിൽ ദാനധർമ്മങ്ങൾ നടത്തുക. രക്ഷപ്പെടും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ 8 നക്ഷത്ര ജാതകരും ദൈവത്തിൽ വിശ്വസിച്ച് മുന്നോട്ട് പോവുക. നിങ്ങളുടെ നല്ല കാലം ഇവിടെ തുടങ്ങുകയാണ്. മറ്റുള്ളവരുടെ കുത്തുവാക്കുകൾ കേട്ട് തളരരുത്. പ്രാർത്ഥനയോടെ ഇരിക്കുക. ഐശ്വര്യം വരും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഇതൊന്ന് എത്തിക്കുക. അതുപോലെ തന്നെ ചില ലോട്ടറി ഭാഗ്യങ്ങൾ നമ്മളെ തേടി വരുന്നത് ചില നിമിത്തങ്ങൾ കൊണ്ടാണ്. അപ്പോൾ നിമിത്തമൊക്കെ നോക്കി വേണം നിങ്ങൾ ലോട്ടറി എടുക്കാൻ. അതായത് നമ്മൾ പോകുന്ന വഴിക്ക് അശുഭമായി കാണുന്ന ഫലം ആണ് എങ്കിൽ അന്നത്തെ ദിവസം ലോട്ടറി ഒരു കാരണവശാലും നിങ്ങൾ എടുക്കരുത്. കാരണം ചില അശുഭ നിമിത്തങ്ങൾ നമ്മുടെ ജീവിതത്തെ ബാധിക്കുക തന്നെ ചെയ്യും. അന്ന് നമ്മൾ എന്ത് ചെയ്താലും നമുക്കൊരു പ്രയോജനം കിട്ടില്ല. അപ്പോൾ ഒരു പശു നടന്നു വരികയാണ്. നമ്മൾ ലോട്ടറി എടുക്കാൻ പോകുമ്പോൾ ഒരു പശു നടന്നു വരികയാണെങ്കിൽ തീർച്ചയായും പോയി ലോട്ടറി എടുക്കുക. അതുപോലെ തന്നെ ചില നിമിത്തങ്ങളുണ്ട്. ഒരു കാക്ക പറന്നു വന്ന് നമ്മുടെ മുന്നിൽ ഇരിക്കുകയാണ്, അല്ലെങ്കിൽ അത് ഭക്ഷണത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നതായി തോന്നുന്നുവെങ്കിൽ ആ സമയം ലോട്ടറി പോയി എടുക്കുക. തീർച്ചയായും അടിച്ചിരിക്കും. അതുപോലെ തന്നെ ലോട്ടറി എടുത്തതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ പൂജാമുറിയിൽ കൊണ്ടുവന്ന് ഭഗവാനോടൊന്ന് പ്രാർത്ഥിക്കുക. എനിക്ക് ലോട്ടറി അടിക്കണമേ, എൻ്റെ ജീവിതത്തിൽ നല്ലൊരു ഉയർച്ച വന്നു ചേരണമേ എന്ന്. അങ്ങനെ പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും ലോട്ടറി അടിച്ചിരിക്കും, ഉറപ്പാണ്. ഏതായാലും വലിയൊരു ഭാഗ്യത്തിലേക്കാണ് നിങ്ങൾക്ക് ഈ ഒരു സമയം. അപ്പോൾ വിഘ്നങ്ങളൊക്കെ മാറി ലക്ഷ്യം കൈവരിക്കാൻ നിങ്ങൾക്ക് സാധ്യമാകും. അങ്ങനെ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി, നമസ്കാരം.